ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. ഇപ്പം പരിസ്ഥിതി എന്ന് പറയുമ്പം നമുക്ക് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പ്രപഞ്ചമാണ്. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചമാണ്. ആ പ്രപഞ്ചത്തിനെ നമ്മൾ നശിപ്പിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി. പണ്ടൊക്കെ ഈ പ്രപഞ്ചം ഇങ്ങനെയായിരുന്നു. അപ്പം ഇന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്കിതൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രപഞ്ചത്തിനെ ഇന്നുവരെയായിട്ട് സ്നേഹിച്ചിട്ടുണ്ടോ? നമ്മുടെ സ്വാർത്ഥത മൂലം നമ്മൾ വലിയ ബംഗ്ലാവുകൾ വെക്കുക, ബിൽഡിങ്ങുകൾ, അപ്പാർട്ട്മെൻറ്റുകൾ ഇതെല്ലാം വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മനോഭാവം, കാഴ്ചപ്പാട്. ഇനി ഈ ഭൂമി എത്ര നാൾ ഉണ്ടാകുമെന്ന് നമുക്കാർക്കെങ്കിലും പറയാൻ പറ്റുമോ? കാരണം അത്രമാത്രം നമ്മൾ ഈ ഭൂമിയെ ദ്രോഹിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വാർത്ഥതയാണ് നമ്മൾ ഈ ഭൂമിയെ ദ്രോഹിച്ചത് മുഴുവൻ. ഈ ക്രൂഡ് ഓയിൽ തന്നെ പരിസ്ഥിതി ഭൂമിക്ക് ഏറ്റവും ദോഷമുള്ള ഒരു കാര്യമാണ് ക്രൂഡ് ഓയിലിൻ്റെ ഉൽപ്പാദനം എന്ന് പറയുന്നത്. ഭൂമി കുഴിച്ചെടുക്കുക. പണ്ടൊക്കെ ഇത് വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. ഈ ഭൂമി എത്ര കാലമായിട്ട്, കോടാനുകോടി വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു ഭൂമിയാണിത്. വർഷങ്ങളായിട്ട് ക്രൂഡ് ഓയിൽ ഈ ഭൂമിക്കുള്ളിൽ നിന്നാണ് ഇത് കുഴിച്ചെടുക്കുന്നത്, അല്ല വേറെ എങ്ങൊന്നും അല്ല ഇത് കുഴിച്ചെടുക്കുന്നത്. ഇനി എത്ര നാൾ ആ രാജ്യങ്ങളൊക്കെ നിലനിൽക്കുന്നു എന്ന് പോലും നമുക്കറിയാൻ പറ്റത്തില്ല. കാരണം ഇത് ഏതെങ്കിലും ഒരു സമയത്തിൽ ഇത് താന്നു പോകും ഈ രാജ്യമൊക്കെ. ഇത് ഏതായാലും ഈ ഭൂമിക്കടിയിൽ നിന്നാണല്ലോ ഇത് കുഴിച്ചെടുക്കുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഒരു വ്യത്യാസം ഉണ്ടാകും. ആ വ്യത്യാസം ചിലപ്പോൾ ഭൂമി അവിടത്തൊക്കെ താന്നു പോകും, ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നമ്മുടെ പലതരം ഖനനങ്ങളുണ്ട്. കൽക്കരി ഖനനമുണ്ട്, അതുപോലെ തന്നെ പാറമട പൊട്ടിക്കലുണ്ട്, മണൽ വാരലുണ്ട്. അങ്ങനെ പലതരം ഖനനങ്ങൾ. അത് ഈ പ്രകൃതിക്ക് മേളിലാണ് നമ്മൾ ഈ ഖനനങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു 90% പാറകളും കേരളത്തിലെ പൊട്ടിച്ചു കഴിഞ്ഞു. ഇനി പൊട്ടിക്കാൻ എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമ്മളൊന്ന് പഞ്ചായത്ത് തലത്തിലൊരു സർവേ എടുക്കേണ്ടി വരും. ഒത്തിരി ഒന്നും കാണത്തില്ല, ചിലപ്പം പറയാൻ പറ്റത്തില്ല. അതായത് ഭൂമിയുടെ അണിക്കല്ലെന്ന് പറയുന്നത് തന്നെ, ഭൂമിയെ നിലനിർത്തുന്നത് തന്നെ ഈ പാറകളാണ്. പ്രപഞ്ചമെന്ന് പറയുന്നത് ദൈവമാണ്. ആ ദൈവത്തിന് ഒരിക്കലും നമ്മൾ തള്ളിക്കളയാൻ പറ്റത്തില്ല. അവിടാണ് പാറ ഖനനം അല്ല ഓരോ ഖനനങ്ങൾ. നമ്മൾ മരങ്ങൾ വെട്ടി നശിപ്പിച്ചു. നമ്മുടെ എത്രയോ ദശലക്ഷം ഇതാണ് മരങ്ങൾ നമ്മൾ വെട്ടി നശിപ്പിച്ചു. നമ്മളാരെങ്കിലും ഒരു മരം നടാൻ പോകുന്നുണ്ടോ? പരിസ്ഥിതി ദിനം വരുമ്പോൾ ഓരോരുത്തരും കുഞ്ഞു പിള്ളേരെ കൊണ്ട് ഓരോ മരം എവിടെയെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കും. ഇത് വളരുമോ? അതുമില്ല. പണ്ട് അങ്ങനെയായിരുന്നു. മരങ്ങളുടെ സമ്പുഷ്ടമായ മരങ്ങളായിരുന്നു നമ്മുടെ ഇവിടെ എല്ലാം നിന്നത്. ഇന്ന് മരങ്ങളും ഇല്ല. അപ്പോഴാണ് ലോക പരിസ്ഥിതി ദിനം നമ്മൾ കൊണ്ട് ആചരിക്കുന്നത്. എന്ത് വിരോധാഭാസമല്ലേ? ദൈവത്തിനെയാണ് നമ്മൾ ഉപദ്രവിക്കുന്നതെന്ന് ഓർത്തോണം. ഈ പ്രപഞ്ചമാണ് ശരിക്കും പറയാൻ നമ്മൾ ദൈവം എന്ന് പറയുന്നത്. അല്ലാതെ വേറൊരു ദൈവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നൊന്നുമില്ല. ആ ദൈവത്തിനെയാണ് ഓരോരുത്തരും വേദനിപ്പിക്കുന്നതും. ആ ദൈവത്തിൻ്റെ സമ്പത്താണ് നശിപ്പിച്ചു കളയുന്നത്. അതിനകത്തുനിന്ന് എന്ത് നേടിയാലും അത് ഒത്തിരി കാലം ഒന്നും നിലനിൽക്കത്തില്ല എന്നുള്ളത് അതൊരു സത്യമായ കാര്യമാണ്. അപ്പോൾ ഏതായാലും ലോക പരിസ്ഥിതി ദിന ആശംസകൾ.